തൃശൂർ മലക്കൻപാറ വീരൻകുടിയൂരിൽ വന്യമൃഗശല്യത്തിനെതിരെ കുടിൽ കെട്ടി പ്രതിഷേധവുമായി ആദിവാസികൾ. വീരൻകുടി ഉന്നതിയിലെ 5 കുടുംബങ്ങളാണ് മാരാങ്കോട് പ്രദേശത്ത് കുടിൽ കെട്ടിയത്. ഊര് നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് മാരാങ്കോട് കണ്ടെത്തിയ ഭൂമി കൈമാറാൻ സാധിച്ചിരുന്നില്ല. ഒരു നടപടിയും ഉണ്ടാകാതെ ആയതോടെ കഴിഞ്ഞ ദിവസമാണ് ആദിവാസികൾ പ്രദേശത്ത് കുടിൽ കെട്ടിയത്. 2018 മഹാപ്രളയത്തിൽ ഭൂമിയും വീടുകളും നശിച്ചുപോയ ആദിവാസി കുടുംബങ്ങളാണിവർ. സർക്കാർ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് പുനരധിവസിപ്പിക്കാൻ തീരുമാനമായെങ്കിലും വനംവകുപ്പ് എതിർപ്പുമായി എത്തിയതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലാവുകയായിരുന്നുവെന്നാണ് പരാതി. മലക്കപ്പാറ വീരൻകുടിയിൽ അടച്ചുറപ്പില്ലാത്ത താൽക്കാലിക കുടിലുകൾ കെട്ടിയായിരുന്നു കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത്. വന്യജീവി ശല്യവും പ്രകൃതിക്ഷോഭവും രൂക്ഷമായതോടെ ജീവിക്കാൻ വഴിയില്ലാതായി. ഇതോടെയാണ് കളക്ടർ അനുവദിച്ച ഭൂമിയിൽ കുടിൽ കെട്ടാൻ ആദിവാസികൾ തീരുമാനിച്ചത്. സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനംവകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് പരാതി. കുടിയില് വന്ന് ഒരു കുട്ടീനെ വന്ന് പുലി പിടിച്ചു. നേരത്തെ പണ്ടിരുന്ന ഉരുളംപൊട്ടി 2018 എന്നിട്ട് എനിക്കാണെങ്കിൽ ആകെ വയ്യ. ഈ പോത്തും കടിച്ച് കാലും കൊടിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് ചെറിയ പിള്ളേരും കൂട്ടിച്ച് ഈ കാട്ടിനുള്ളിൽ വന്ന് കിടക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പുലി പിടിച്ച് വീട്ടിൽ കിടക്കാൻ വെറും പ്ലാസ്റ്റിക് ചെട്ടാണ്. ആ ഷെട്ടിൻ്റെ അകത്ത് കയറി ഇപ്പോൾ പുലി വാന്തി പൊട്ടിച്ച് അകത്ത് കയറി വരുന്നുണ്ട്. ഈ കമ്മിറ്റിക്കാളിൽ കിടന്ന് ഞങ്ങൾ എത്ര ദിവസമായി അത് കിടക്കാൻ, എത്ര ദിവസമായി മയ്യലെന്ന് പിള്ളേരും കുടിച്ചുകൊണ്ട് നടക്കാൻ. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനത്തിൽ വന്ന് ഇവിടെ ഞങ്ങൾ കടത്തിയുടെ സ്ഥലത്ത് ഇപ്പോൾ വന്ന് ഷെട്ട് വെച്ചിരിക്കുക. എന്ത് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഈ പോലീസുകാർ ഞങ്ങൾ അത് കാരണം കൊണ്ട് ഇത് വിട്ടിറങ്ങി പോകില്ല. ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യും. സംഭവത്തിൽ പ്രതിഷേധിച്ച ചാലക്കുടി DF ഓഫീസിലേക്ക് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. വീരൻകുടിയിൽ താൽക്കാലിക കുടിലിൽ കഴിഞ്ഞ ആദിവാസി ബാലനെയാണ് മാസങ്ങൾക്ക് മുൻപ് പുലി ആക്രമിച്ചത്. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഊരു നിവാസികൾ. അമൃത ന്യൂസ്, തൃശൂർ. അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും ആദിവാസികളുടെ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി. ഇത്രയും വേഗം അവർക്ക് വാസയോഗ്യമായ സ്ഥലം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ DFOയുടെ വനംവകുപ്പൊക്കെ ഈ സ്ഥലം കണ്ടെത്തുകയും റവന്യൂ വകുപ്പ് ഇവർക്ക് അവിടെയുള്ള ഭൂമിക്ക് തുല്യമായിട്ട് ഭൂമി ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തതാണ്. അപ്പോൾ അത് ഇവിടെ താമസിക്കാൻ സാധ്യമല്ല എന്ന നിലപാടാണ് പിന്നീട് DFO അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെടുത്ത്. ഇത് നിയമപരമല്ല എന്നാണ് DFO അടക്കം പറയുന്നത്. നിയമപരമാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് 3 മന്ത്രിമാരും പട്ടികവർഗ മന്ത്രിയും വനംവകുപ്പ് മന്ത്രി റവന്യൂ മന്ത്രിയും പങ്കെടുത്ത സംസ്ഥാന തലത്തിലുള്ള മീറ്റിങ്ങിൽ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ആ വർക്കിംഗ് ഗ്രൂപ്പ് കൂടാത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയും ഗവൺമെൻറ്റിൽ നിർദ്ദേശം സമർപ്പിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിന് അംഗീകാരം കിട്ടുന്ന തരത്തിലേക്ക് ഇത് എത്രയും പെട്ടെന്നാക്കണം. അതുവരെ ഇവർ നിയമപരമല്ല എന്നിവർ പറയുന്ന ഈ കാര്യം അടക്കം അതുവരെ തീരുമാനം ഉണ്ടാകുന്നവരെ ഈ കുടിൽ കെട്ടി സമരം നിലയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ താമസം തുടരുക ചെയ്യും. ഇവിടെ ഇവർക്കിപ്പോൾ അളന്ന് കൊടുത്ത ഭൂമിയാണ്. അളന്ന് കല്ലിട്ട് ഒക്കെ കൂടി കളക്ടറും DFOയും എല്ലാവരും കൂടി എല്ലാം ആൾക്കാരും കൂടി തന്ന് ചെയ്ത് കൊടുത്താണ്. പക്ഷേ അതിന് ശേഷമാണ് DFO മാത്രം എതിരുന്നുകൊണ്ട് നമുക്കത് കയറാൻ പറ്റില്ല എന്നുള്ള തീരുമാനം വരെ മാറ്റിവിടുന്നു. അപ്പോൾ ഇതാണ് അവരുടെ കണ്ടീഷൻ. ഇവരെങ്ങോട്ട് പോകും? നമുക്ക് ജനിച്ചു പോയില്ലേ, ഭൂമിയിലേക്ക് ജനിച്ചു പോയാൽ നമുക്ക് ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. 2018 തൊട്ടുള്ള പിശുനിയാണ്. എല്ലാവരും കമ്മിറ്റികളിൽ പോകും, എല്ലാവർക്കും താഴെ പോകും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഓരോ വർഷങ്ങളായിട്ട് ഞങ്ങൾ നാട്ടു ചുട്ടാലിൽ തന്നെ ഞങ്ങളുടെ വീട്. അവിടെ നിന്ന് നാട്ടു ചുട്ടാലിൽ 1 മാസം ഇരുന്നു. പോർ സാർ അംഗീകരിച്ചില്ല. വീണ്ടും ഞങ്ങൾ കുടിൽ വെച്ച് ഇതുപോലെ തന്നെ കുടിൽ വെച്ച് സാധിച്ചു. ഇപ്പോൾ 1.5 വർഷമായി. ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, പേടിയില്ലാതെ കിടന്നുറങ്ങാൻ ഒരിടം വേണം. അത് തന്നെയല്ലേ വീരൻകുടിയൂരിലെ ആദിവാസികളുടെ ആവശ്യം? ഈ മലക്കപ്പാറ വീരൻകുടിയൂരിലെ ഒരു നിവാസികളാണ് ഇപ്പോൾ ഈ ഒരു മാരങ്കോട് വന്ന ഇത്തരത്തിൽ കുടിൽ കെട്ടി പ്രതിഷേധം കാഴ്ചവെക്കുന്നത്. ഇവർ പറയുന്നത് മലക്കപ്പാറ വീരൻകുടിയൂർ അത് വാസയോഗ്യമായ പ്രദേശമല്ല. അവിടെ വന്യജീവി ശല്യം രൂക്ഷമാണ്. മാത്രമല്ല പ്രകൃതിക്ഷോഭങ്ങൾ, പ്രളയം, അതുപോലെ മണ്ണിടിച്ചിലടക്കം അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒട്ടും വാസയോഗ്യമല്ല. അവർക്ക് കൃത്യമായി അവിടെ നിന്ന് മാറി താമസിക്കാൻ ഒരു ഭൂമി വേണമെന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. ഇത് റവന്യൂ വകുപ്പും അതുപോലെ സർക്കാരും ഒക്കെ ചേർന്ന് കണ്ടെത്തിയ ഒരു ഭൂമിയാണ്. പക്ഷേ പിന്നീട് അവിടെ ചില നിയമങ്ങൾ പറഞ്ഞ് DFO അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവർ പരാതിയായി പറയുന്നത്. പക്ഷേ ആ ഭൂമിയിൽ തന്നെ കളക്ടറെല്ലാം കണ്ടെത്തിയ ഒരു ഭൂമിയിൽ തന്നെ കുടിൽ കെട്ടി താമസിക്കാനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം. അതൊരു പ്രതിഷേധാത്മകമായി തന്നെയാണ് അത്തരത്തിൽ താമസിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് DFO ഓഫീസിലേക്ക് ഇവർ മാർച്ചും നടത്തിയിരുന്നു. പക്ഷേ സർക്കാർ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി അടക്കം പറയുന്നത് ഇത് കേന്ദ്ര വന നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ്, ഇത്
ഇതിനു കാരണമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഊര് നിവാസികളുടെ ആദിവാസികളുടെ ആവശ്യം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് മാറ്റി അവർക്ക് വാസയോഗ്യമായ ഒരു പ്രദേശം തരണമെന്നുള്ളതാണ്. അത് അവരുടെ അവകാശമാണെന്ന് പറയുന്നു. കാടിനകത്തുള്ളവർ കാടിനകത്ത് തന്നെ ജീവിക്കേണ്ടതാണ്. പക്ഷേ അവർക്ക് ഈ വന്യജീവി ശല്യമില്ലാത്ത അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത താമസയോഗ്യമായ സ്ഥലം അവർക്ക് ലഭ്യമാക്കണം എന്നുള്ളൊരു കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായെങ്കിൽ കൂടുതൽ സമരമാർഗവുമായി ഇവർ മുന്നിട്ടിറങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഹരീഷ്, വീരൻകുടിയൂരിലെ വന്യമൃഗശല്യത്തിനെതിരെയുള്ള കുടിൽകെട്ടി പ്രതിഷേധം അധികൃതർ കാണണം. എത്രയും വേഗം അവർക്ക് പേടിയില്ലാതെ കിടന്നുറങ്ങാൻ ഒരിടവും ഒരുക്കണമെന്ന് തന്നെയാണ് ടോപ് 10 ആവശ്യപ്പെടാനുള്ളത്.